എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യ സ്നേഹജനങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധമായ ഖുർആനിക വചനത്തോടെ ഈ 2 ദിവസത്തെ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായൊരു വേദി ഇവിടെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. അറിവും ജ്ഞാനവും കൈമാറ്റം ചെയ്യപ്പെടുകയും ജീവിതത്തെ നന്മയൂറുന്ന പ്രവർത്തനങ്ങളാൽ ധന്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായിട്ടുള്ളത്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന് നമ്മുടെ മതത്തിൻ്റെ അധ്യാപനങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവണം. അത് ഒരു വിശ്വാസിയായ ഒരു വ്യക്തിക്ക് ഓരോ വിഷയത്തിലും ക്രമേണ മടിയും അതുപോലെ തന്നെ പ്രവർത്തന നിരാശയുമൊക്കെ ഉണ്ടാകുമ്പോൾ നന്മയിലേക്ക്, ദൈവികമായ ഒരു ജീവിത രീതികളിലേക്ക്, ആത്മീയമായ ഒരു ഔന്നത്യത്തിലേക്ക്, താൻ ജീവിക്കുന്ന ഇടങ്ങളിൽ ഇടപഴകുന്ന ആളുകളോടൊക്കെ നന്മയോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ധന്യമായൊരു വേദിയായി ഇത് മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ പ്രോഗ്രാം 7 മണിക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും എല്ലാവരും ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് 7 മണിക്ക് തുടങ്ങാൻ പറ്റുമെങ്കിൽ ഇവിടെ അവസാനം അറിയിപ്പുണ്ടാകണം. 7:00 എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പ്രിൻ്റ് ചെയ്തതിൽ 7 മണിക്കായതാണ്. പക്ഷെ സമയത്തെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ നിർബന്ധമായും മാനിക്കണം. നമ്മൾ പറഞ്ഞൊരു ടൈമിൽ ഒരാളാണ് വന്നിട്ടുണ്ടെങ്കിലും തുടങ്ങണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. 6:27 ബാങ്ക് 28 നമ്മൾ നീട്ടി വെക്കാറില്ല. സമയം വളരെ പ്രധാനമാണ്. 10 മണിയുടെ അപ്പുറം നമ്മുടെ പ്രോഗ്രാം നീട്ടിക്കൊണ്ടുപോകാനും പറ്റൂല. അത്രേ പെർമിഷനുള്ളൂ. ഒന്ന് നമ്മളത് മാനിക്കണം. ഈ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാകണം നമ്മൾ ജീവിക്കേണ്ടത്. ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകാം, ലോകത്ത് എല്ലായിടത്തും പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പം നമുക്ക് ആ നിയമം പാലിക്കാൻ, നമ്മളും സമയത്തനുസരിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പം മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞ് വേഗം വരികയാണെങ്കിൽ വേഗം പരിപാടി കഴിഞ്ഞിട്ട് പോകാം. ഒരുപാട് വൈകുമ്പോൾ ഒരുപാട് ആളുകളെ ഉറക്കം ബുദ്ധിമുട്ടാകും, നമ്മുടെ നാളത്തെ ദിവസം ബുദ്ധിമുട്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം, 1 ദിവസം 2 ദിവസമൊക്കെ നമ്മൾ പരിപാടി സമയത്ത് തുടങ്ങിയാൽ ആളുകൾ വരിക എന്നുള്ളത് വലിയ വിഷയമല്ല. ആളുകൾ പിന്നെ വരും. ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കുക, നമ്മളൊക്കെ വിചാരിക്കുക 7 മണിക്ക് എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ പ്രത്യേകം പറയണം, ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ അവസാനം നാളെ എത്ര മണിക്കാണ് കറക്റ്റ് തുടങ്ങാമെന്ന് ഇവിടെ പറയും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നാളെ എല്ലാവരും എത്താം. മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് എത്തുക. പള്ളിയിൽ ജമാഅത്താണ്. ഇശാ നിസ്കാരം നമ്മൾ മഹല്ല് ജമാഅത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ജമാഅത്തിൻ്റെ സമയം നമ്മൾ ഇവിടുന്ന് പ്രഖ്യാപിക്കുക. ഒരു ദിവസത്തല്ലേ ജമാഅത്തിൻ്റെ സമയം പ്രഖ്യാപിക്കുക. ഇന്ന സമയത്തായിരിക്കും നാളെ ജമാഅത്ത് നടത്തുക. പരിപാടി കഴിഞ്ഞ് എല്ലാവരും ജമാഅത്തായി നിസ്കരിച്ച് സന്തോഷത്തോടെ പിരിയാം. ഒറ്റ ദിവസത്തിന് പറഞ്ഞ ടൈമിൽ നമ്മൾ ജമാഅത്ത് നടത്തുക. തീരുമാനിക്കാനുള്ള അധികാരം ഇവിടെ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കുമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സമയത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയ ഒരു മതം ഇല്ല എന്നതാണ്. ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായികുൻ വസവാനി. ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ജീവിതം എന്ന് പറയുന്നത് കേവലം ചില സെക്കൻഡുകളും ചില മിനിറ്റുകളും മാത്രമാണ്. അപ്പം മനുഷ്യന്റെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. കൃത്യമായി സമയം പാലിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഇഫ്താറിന്റെ സമയമായാൽ ഒരു നിമിഷം പോലും അങ്ങോട്ട് വൈകിക്കരുതെന്നാണ്. മാത്രമല്ല, തുടങ്ങുന്ന പോലെ തന്നെ നമ്മുടെ അവസാനത്തിന് ഒരു ഇതുണ്ടാകണം. തുടങ്ങി 12 മണി വരെ 1 മണി വരെയും പോകാം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. അതിനൊക്കെ കമ്മിറ്റിക്കാരുമായിട്ട് നിങ്ങൾ വളരെ വലുത് രീതിയിൽ സഹകരിക്കണം. കമ്മിറ്റിക്കാരൊക്കെ സമയത്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്താ ആൾക്കാർ വരാത്തതെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 1-2 പരിപാടിയൊക്കെ ആൾ വന്നില്ലെങ്കിലും തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും വിചാരിക്കും സമയത്ത് വരും. ഞാൻ അത് നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളെ സ്മരിക്കുന്ന ദിനങ്ങളാണ് നമ്മളിവിടെ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഈ പള്ളിക്ക് ഇവിടെ തറക്കല്ലിട്ട മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ 23 മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. പള്ളിക്ക് തറക്കല്ലിട്ടു എന്ന് പറഞ്ഞാൽ എത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിക്ക് തറക്കല്ലിടുന്ന ഒരു പ്രവർത്തനം നടത്തി കേവലമായി ഒരു മതപണ്ഡിതനായി
പള്ളിയിൽ ഒതുങ്ങിക്കൂടി ജീവിച്ചൊരു മനുഷ്യൻ മാത്രമല്ല, ഈ രാജ്യത്ത് സ്വതന്ത്ര സമരത്തിൽ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തൊരു മനുഷ്യനാണ്. നികുതി തരിയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പ്രശംസിച്ച് മദ്ഹുൻ നബി, പാനാജറിക്സ് എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട് കവിതയിൽ. ഒരു വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ തലമുറകളിലൂടെ കൈമാറ്റി നിർത്താവുന്ന അയാളുമായിട്ടുള്ള ഒരു ബന്ധവും സ്നേഹവും പ്രണയവും പ്രകടിപ്പിക്കുന്ന മനോഹരമായ ഒരു കാവ്യശാഖയാണ് പാനാജറിക്സ് എന്ന് പറയും. അൽ മദായിഹ് എന്ന അറബിയിൽ പറയും. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കവിതകൾ ലോകത്തോളം അറിയപ്പെട്ടതാണ്. അതേ ഉമർ ഖാദിയെ ഓർക്കുമ്പോൾ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ലോകം ഓർക്കുകയാണ്. ഒരു ദുൽഹിജ്ജ 23 തന്നെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും വഫാത്താകുന്നത്. ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ ഭരണമാറ്റങ്ങൾ കൊണ്ടുവന്ന നീതിമാനായ ഉമറുൽ ആദിലാണ്, നീതിമാനായ ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ അവരുടെ ഒന്നും ചരിത്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതം എന്ന് പറയുന്നത് സന്ദേശമാക്കാൻ കഴിയുന്ന ഇന്നത്തെ വിഷയം, പ്രതിപാദ്യ വിഷയം അതാണ്. അങ്ങനെ സന്ദേശമാക്കി മാറ്റാൻ കഴിഞ്ഞ നമ്മുടെ മുമ്പിൽ കടന്നുപോയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. വ്യക്തിത്വങ്ങളെ ഉണ്ടാക്കുമ്പോഴാണ്, വ്യക്തിത്വങ്ങൾ രൂപപ്പെടുമ്പോഴാണ് ഒരു സമൂഹത്തിന് മൊത്തമായി മാറ്റാൻ കഴിയുന്ന, സമൂഹത്തിലെ ആളുകളെ മാറ്റാൻ കഴിയുമ്പോഴാണ് ഒരു സമൂഹത്തെ മാറ്റാൻ കഴിയുക. ഗ്രന്ഥങ്ങളല്ല, വ്യക്തികളാണ് സമൂഹത്തിൽ വളരെ പ്രധാനമായി ഉയർന്നു നിൽക്കുന്നത്. ഗ്രന്ഥങ്ങൾ സഹായികൾ മാത്രമാണ്. ഗ്രന്ഥങ്ങൾ സഹായികൾ മാത്രമാണ്. ലോക ചരിത്രം നമുക്കതിന് തെളിവാണ്. നമ്മൾ തന്നെ വിശ്വസിക്കുന്നു, ആദം നബി അലൈഹിസ്സലാം മുതൽ ജൂത സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും ഒക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പ്രവാചകന്മാർ, ലോകത്ത് തന്നെ ഹൈന്ദവ സഹോദരന്മാരും അതുപോലെ തന്നെ ബുദ്ധ സഹോദരന്മാരും ജൈനന്മാരും ചൈനക്കാരും ഒക്കെ വിശ്വസിക്കാൻ സാധ്യതയുള്ള ഒരുപാട് മഹാമനീഷികൾ, ഒരുപാട് ഉപനിഷത്തുകളിൽ പറയപ്പെട്ട ഒരുപാട് ആളുകൾ, ഋഷിമാർ, മുനിമാർ, മഹർഷിമാർ, പ്രവാചകന്മാരായി വന്നവർ, അങ്ങനെയൊക്കെ ലോകചരിത്രത്തിൽ പറയപ്പെട്ട ആളുകൾ മുഴുവനും ഒരുപക്ഷെ ഓരോ നാട്ടിന് നന്മയുടെ വെളിച്ചം നൽകാൻ വന്ന ആളുകളായിട്ടാണ് പറയപ്പെടുന്നത്. ആ വ്യക്തിത്വങ്ങളുടെ ജീവിതം വളരെ പ്രധാനമായിരുന്നു. ആ വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തി. അവർ ഏറ്റവും നല്ല അധ്യാപകരായിരുന്നു. ഒരു അധ്യാപകൻ ഏറ്റവും നല്ല വ്യക്തിത്വമാകുന്നത് തൻ്റെ ജീവിതം കൊണ്ട് വെളിച്ചം നൽകുമ്പോഴാണ്, ഒരുപാട് വ്യക്തികളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമ്പോഴാണ്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നല്ല അധ്യാപകരാവേണ്ടവനാണ്. ഒരു ഉമ്മ തന്റെ മക്കൾക്ക് ഏറ്റവും നല്ല അധ്യാപികയാണ്. കാരണം അൽ ഉമ്മു മദ്രസത്തുൻ ഇൻ ഹദ്ദബതഹാ ഹദ്ദബത ജീലൻ. മഹാനായ അറബി കവി, ഈജിപ്തിൽ ജീവിച്ച ആധുനിക അറബി കവി ഹാഫിൽ ഇബ്രാഹിമിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്. അൽ ഉമ്മു മദ്രസത്തുൻ. ഉമ്മ ഒരു കലാലയമാണ്. ഉമ്മ ഒരു കലാലയമാണ്. ഇൻ ഹദ്ദബതഹാ ഹദ്ദബത ജീലൻ. നിങ്ങളൊരു ഉമ്മയെ സംസ്കരിക്കാൻ സാധിച്ചാൽ നിങ്ങളൊരു തലമുറയെയാണ് സംസ്കരിക്കുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ടൻ പറഞ്ഞ, നിങ്ങൾ എനിക്ക് കുറച്ച് ഉമ്മമാരെ നൽകുക, നല്ല കുറച്ച് സ്ത്രീകളെ ഉമ്മമാരെ നൽകുക, ഞാനൊരു രാഷ്ട്രം നിർമ്മിച്ചു കാണിച്ചു തരാം. ഉമ്മ നല്ല അധ്യാപികയാണ്, ഉപ്പ നല്ല അധ്യാപകനാണ്. സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ മുഴുവനും അധ്യാപകരാണ്. ഒരു അധ്യാപനം എന്ന് പറയുന്നത് ഇടപഴകലാണ്, സ്നേഹമാണ്, പെരുമാറ്റമാണ്, നന്മയുടെ വഴികൾ കാണിച്ചു കൊടുക്കലാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഓരോ കുടുംബത്തിലും, ഓരോ വഴിത്താരകളിലും, ഓരോ നാടുകളിലും, ഓരോ പ്രദേശങ്ങളിലും നന്മയുടെ വിളക്കുമാടങ്ങളായി നിൽക്കാൻ കഴിയുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഗ്രന്ഥങ്ങളിൽ പറയുന്ന സത്യങ്ങൾ, ലോകത്ത് പറയപ്പെട്ട അത്ഭുതകരമായ ഒരുപാട് സത്യങ്ങൾ, ഒരുപാട് പഠനങ്ങൾ, അധ്യാപനങ്ങൾ, അതൊക്കെ സത്യമാണ്, പ്രായോഗികമാണെന്ന് ബോധ്യപ്പെടുക, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന അധ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ആ അധ്യാപകർ നന്മയുടെ വഴിയിലൂടെ നടക്കാനും കഴിയണം. കാരണം ഇൻഫർമേഷൻ കൈമാറുക എന്നുള്ളതൊന്നുമല്ല, അറിവ് കൈമാറുക എന്നുള്ളതൊന്നുമല്ല. കാരണം അറിവ് ലഭ്യമാണ്. ഇന്ന് ഗൂഗിളിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്, ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. മക്കളൊക്കെ വന്നിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ വേണം, വൈഫൈ കണക്ഷൻ വേണം, സ്കൂളിൽ നിന്ന് കുറെ സാധനങ്ങൾ നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ ഒരുപാട് ലഭ്യമാണ്. അറിവ് എന്ന് പറയുന്ന കേവലമായ അറിവുകൾ പലയിടങ്ങളിലും ലഭ്യമാണ്. പക്ഷേ അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്നിടത്ത് മാനുഷികമായ ഒരു ടച്ചിങ് ഉണ്ട്. അങ്ങനെ കിട്ടണം അറിവ്, അങ്ങനെ കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ 2 അധ്യാപകർ ഇന്ന് ആദരിക്കപ്പെടുമ്പോൾ, ബഹുമാന്യരായ അബ്ദുൽ ഖാദർ സാഹിബും അബ്ദുൽ ഖാദർ മാഷും അതുപോലെ തന്നെ ബഹുമാന്യരായ KS ദീപൻ മാസ്റ്ററും, ലക്ഷക്കണക്കിന് അധ്യാപകരുള്ള ഈ രാജ്യത്ത് ഒരു ദേശീയ അധ്യാപക അവാർഡ് ജേതാവാവുക എന്നതും ഒരു സംസ്ഥാന അധ്യാപക ജേതാവാവുക എന്നുള്ളതും ചില്ലറ കാര്യമല്ല.
ലക്ഷക്കണക്കിന് അധ്യാപകരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളുടെ മികവുണ്ടാകും, അവർ ചെലുത്തിയ സ്വാധീനങ്ങൾ ഉണ്ടാകും. നിലനിർത്തുമാറാകട്ടെ. നന്മയുടെ ഒരുപാട് വെളിച്ചങ്ങൾ കൈമാറാൻ അധ്യാപകർക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്നത് കൊണ്ടാണ് അവർ ഈ ഉയരങ്ങളിൽ എത്തിയത്. നിങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ച് ഞാൻ അവരോട് എല്ലാവിധ ആദരങ്ങളും കൈമാറുകയാണ്. സ്വാധീനം ചെലുത്താൻ, ഒരുപാട് തരത്തിൽ സ്വാധീനം ചെലുത്താൻ അധ്യാപകർക്ക് സാധിക്കും. അതിനുള്ള സംവിധാനങ്ങൾ നമ്മളും അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ വളരെ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ സജീവമായ പിന്തുണ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകണം. മദ്രസയിലെ ഉസ്താദിനെയും സ്കൂളിലെ മാഷിനെയും ടീച്ചറെയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കുറഞ്ഞു എന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ചും ഇന്നത്തെ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഗൗരവമായി എവിടെ എന്ത് പഠിക്കുന്നു മക്കൾ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. കാരണം അടുത്ത തലമുറ ഈടുവെപ്പിനുള്ളത് അതാണ്. നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് പണം ചെലവാക്കി വിദ്യാഭ്യാസം വിലക്ക് വാങ്ങുക എന്നതല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പരമാവധി നമുക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, രണ്ടുപേരും ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരായിരിക്കും, അല്ലെ? രണ്ടുപേരും ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരായിരിക്കും. നമ്മൾ ഈ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. പല ആളുകളും വിചാരിക്കും കുറെ പണം കൊടുത്തിട്ട്, പൈസ കൊടുത്തിട്ട് വിദ്യാഭ്യാസം വാങ്ങുക എന്നുള്ളതാണ് വലിയ സംഭവം എന്ന് വിചാരിക്കും. വലിയ വ്യത്യാസങ്ങളുണ്ട്. ചെറുപ്പം മുതൽ 50,000 1 ലക്ഷം ഒക്കെ കെട്ടിവെച്ചിട്ട് വിദ്യാഭ്യാസം വിലക്ക് വാങ്ങുന്നതിലപ്പുറം നമ്മുടെ മത്സരമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അതിനെ പൂർണ്ണമായി എതിർക്കുക. ഞാൻ പറയുന്നത് ഗവൺമെന്റ് വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. നമ്മൾ അടുത്ത് ഇഷ്ടം പോലെ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഞാൻ മാഷിനോട് ചോദിക്കുന്നത് എത്ര കുട്ടികളുണ്ട്? 300ഓളം കുട്ടികളുള്ളത്. എത്ര കുട്ടികളുടെ കപ്പാസിറ്റി ഉണ്ട്? 1000 കുട്ടികളുടെ കപ്പാസിറ്റി ഉണ്ട് സ്കൂളിൽ, അല്ലേ സാറേ? 1000 കുട്ടികളുടെ കപ്പാസിറ്റി ഉണ്ട് സ്കൂളിൽ. അപ്പൊ നമ്മളാരും കുട്ടികളെ പറഞ്ഞേക്കുന്നില്ല. പലരും ചോദിക്കും എന്താ ഗവൺമെന്റ് സ്കൂൾക്ക് എന്തിനാ പറഞ്ഞേക്കണമെന്ന് ചോദിക്കും. ഞാൻ സാന്ദർഭികമായി ഇവിടെ അധ്യാപകർ ഇരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ള സൗകര്യം അതുകൊണ്ട് പറയണം. എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തിനാ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടീനെ പറഞ്ഞയച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, ഒന്ന്, യൂണിഫോം ഫ്രീ കിട്ടും, ഭക്ഷണം ഫ്രീ കിട്ടും, പാലും കോഴിമുട്ടൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, അത് ഞാൻ പ്രാഥമികമായി പറഞ്ഞെന്നുള്ളൂ. നല്ല ട്രെയിൻഡായ അധ്യാപകരുണ്ടാവും. ഗവൺമെന്റിന്റെ ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞ് ഒരുപാട് ട്രെയിൻഡായ അധ്യാപകരുണ്ടാവും. അധ്യാപകർ നോക്കൂല നിങ്ങൾ പറയാൻ പാടില്ല. നമ്മൾ ആരാണ് ഒരു ഗവൺമെന്റ് സ്കൂളിൽ രക്ഷിതാക്കൾ പോയിട്ട് ഇടപെട്ടിട്ടുള്ളത്? ഞാനിത് പറയുന്നതിന് വളരെ പ്രധാനമായി മഹല്ലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് പറയാം. നല്ല ട്രെയിൻഡായ അധ്യാപകരുണ്ടാവും. പണം കൊടുത്തു പഠിക്കുന്ന സ്കൂളുകളിൽ മത്സരങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ മറ്റു കുട്ടിനേക്കാൾ എങ്ങനെ ഉഷാറാവാ? മത്സരങ്ങളാണ്. മാത്സര്യ ബുദ്ധിയോടെ മറ്റവനെ തോൽപ്പിക്കാനാണ് പഠിക്കുന്നത്. ഒന്നിച്ചു ജീവിക്കാൻ, സാധാരണക്കാരായ മക്കളെ കണ്ട് പഠിക്കാൻ, ഏതു പാവപ്പെട്ട പരിതാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ കാണാൻ പറ്റണം. സമ്പത്തിന്റെ പളപളപ്പ് മാത്രം നമ്മളെ മക്കൾ കാണുന്നത്. മത്സരിക്കുന്ന സ്കൂളുകളിൽ പോകുമ്പോൾ അത് മാത്രമാണ് കാണുന്നത്. ചിലപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാനില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയെ, ഓട്ടയുള്ള കുപ്പായിട്ട് വരുന്ന കുട്ടിനെ, പ്രയാസമുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ, ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ കണ്ട് നമ്മളെ കുട്ടികൾക്ക് വളരാൻ സാധിക്കണം. ജീവിതത്തിന്റെ വിവിധ മുഖങ്ങൾ കാണാൻ സാധിക്കണം. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളുകളിലാണ്, ഗവൺമെന്റ് സ്കൂളുകളിലാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രത്യേകിച്ചും മതപരമായ, വർഗീയപരമായ ചേരിതിരിവുകൾ സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിച്ചു പഠിച്ച ഒരു സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അവർ തമ്മിൽ അറിയാം. അപ്പുറത്തെ ജോസഫിനും ഇപ്പുറത്തെ രാമൻകുട്ടിക്കും ഇപ്പുറത്തെ ഇബ്രാഹിം കുട്ടിക്കും പരസ്പരം അറിയാമെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പരസ്പരം അറിയാൻ സാധിക്കും. മറ്റേത് ആരും അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. രണ്ട് ചേരിയായിട്ട് അടിക്കാനും കൊല്ലാനൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പുറത്തും ആരും പരിചയമില്ല. ഒരേ നാട്ടിൽ അപ്പുറത്തും ജീവിക്കുന്ന ആളുകൾ. വിദ്യാഭ്യാസ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തണം. നമ്മൾ മത്സരിച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത്. ഉയർന്നത്തെ മറ്റവനെ തോൽപ്പിക്കാനല്ല, അവനെ കൂടെ കൂട്ടാനുള്ള പഠനമാണ് നടത്തേണ്ടത്. അവനെ കൂടെ കൂട്ടാനുള്ള പഠനം നടത്തണം. അതിന് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ, സൗജന്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇല്ലാത്തവൻ പോലും പൊങ്ങച്ചം കാണിച്ച് കുട്ടിയെ കണ്ട കൗബീനം ധരിപ്പിച്ച് രാവിലെ ഇടങ്ങറായി ബുദ്ധിമുട്ടിച്ച് ഭക്ഷണങ്ങൾ പാക്ക് ചെയ്തു കൊടുത്ത് വളരെ കഷ്ടപ്പെടുന്ന മാനസികാവസ്ഥയിലേക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ പ്രക്രിയകൾ അങ്ങനെയാണ് നടക്കുന്നത്. എന്തിനാ എല്ലാവരും കൂടി പറഞ്ഞേക്കുന്നത്? അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ആളുകൾ പറഞ്ഞേച്ചോളി. പക്ഷെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ആവശ്യമില്ലാതെ എന്തിനാ പണം വാഴിക്കോരി ചെലവഴിക്കുന്നത്? നല്ല വിദ്യാഭ്യാസം. എന്നിട്ട് നിങ്ങൾ ആ സ്കൂളിലെ പാരന്റ് മീറ്റിങ്ങിന് പോവാം, ആ കുട്ടിയുടെ പഠനം എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാം.
മാത്രമല്ല, നിങ്ങൾ ഗവൺമെന്റ് സംവിധാനം ഉപയോഗപ്പെടുത്താൽ ഈ മദ്രസകൾ നന്നായിട്ട് നടക്കും. 13 മദ്രസകൾ ഈ നാട്ടിലുണ്ട്. 13 മദ്രസകൾ ഈ നാട്ടിലുണ്ട്. എത്ര കുട്ടികൾ ഈ നാട്ടിലെ മദ്രസ ഉപയോഗപ്പെടുത്തുന്നു? സുഖമായി മദ്രസയിൽ പോയി സ്കൂളിൽ പോകാനുള്ള സൗകര്യമുണ്ട്. എന്തിനാ കുട്ടികളെ രാവിലെ മുതൽ കഷ്ടപ്പെടുത്തിയിട്ട് ബസ്സിൽ കയറ്റി 2 മണിക്കൂർ? പലപ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, മദ്രസയിൽ സ്കൂളിൽ പോണ ബസ്സിൽ മദ്രസ തുടങ്ങണമെന്ന്. കാരണം കുട്ടി 2 മണിക്കൂർ, രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണിക്കൂർ കുട്ടി സ്കൂൾ ബസ്സിലാണ്. ഏറ്റവും ഫ്രഷായ സമയത്ത് ഫ്രഷായിട്ട് സ്കൂളിൽ പോകാൻ പറ്റണം, മദ്രസയിൽ പോകാൻ പറ്റണം, സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്തിനാ പൊങ്ങച്ചം കാണിക്കുന്നത്? ആരോടാണ് മത്സരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് സ്വസ്ഥമായും മറ്റുള്ളവനെ തോൽപ്പിക്കുക എന്ന മത്സരത്തോടെയല്ല, നല്ല ഉയരത്തിലെത്തുക എന്ന മത്സര ബുദ്ധിയോടെ പഠിപ്പിക്കാൻ സാധിക്കണം. അപ്പൊ ഗവൺമെന്റ് സ്കൂളുകൾ സ്വാഭാവികമായും സംവിധാനങ്ങൾ നല്ല നിലക്ക് നടക്കും. അവിടെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. യൂണിഫോം വെറുതെ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം അവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ രാവിലെ മത്സരിച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അവിടെ പാലും കോഴിമുട്ട അടക്കം കൊടുക്കുന്നുണ്ട്. വ്യത്യസ്തമായ മേഖലകളിലേക്ക് എത്താൻ പറ്റുന്ന, ഉന്മേഷം നൽകുന്ന, ഗൗരവമായി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അതിലൊക്കെ അപ്പുറം അത് നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിയാൽ മദ്രസകൾ നന്നായിട്ട് നടക്കും. അല്ലെങ്കിൽ ഇതൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും. കുട്ടികൾക്ക് നല്ല 2 വിദ്യാഭ്യാസവും കിട്ടും. ഇന്ന് രാവിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോയി പറഞ്ഞത്, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒതുർക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്? മതവിദ്യാഭ്യാസം ഉണ്ടാവില്ല, ഭൗതിക വിദ്യാഭ്യാസവും ഇല്ല. വളരെ പരിതാപകരമായ ചില മേഖലയിലേക്ക് പോകുന്നു. SLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ എങ്ങനെ പോകണമെന്നൊക്കെ വിചാരിക്കുക എന്നതിൻ്റെ ഒക്കെ ആലോചന ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് ദീർഘിപ്പിച്ച് പറയില്ല. കൃത്യമായി ചില ധാരണകളും തിരിച്ചറിവുകളും നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം. 2 സ്കൂളിലെ അധ്യാപകർ, വളരെ പ്രധാനപ്പെട്ട 2 അധ്യാപകർ ഇവിടെ ആദരിക്കപ്പെടുമ്പോൾ അവരുടെ സേവനങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ ആ മഹത്വത്തിന് പിന്നിലുള്ള സേവനങ്ങളുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളും സമയം ചെലവഴിക്കണം. ഇത് നമുക്ക് അതിനുള്ള വലിയൊരു പ്രചോദനമാകട്ടെ. നമ്മൾ അത് ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച്, നമ്മുടെ കുട്ടികളെക്കുറിച്ച്, അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന രീതിയിൽ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കുറേ വിദ്യാഭ്യാസം കൊടുത്തിട്ട് എല്ലാ കാര്യം, ബോധപൂർവമുള്ള വിദ്യാഭ്യാസം. നല്ല ഡോക്ടർക്ക് കിഡ്നി മോഷ്ടിക്കാൻ സാധിക്കുള്ളൂ. നല്ല നിപുണനായ ഒരു എഞ്ചിനീയർക്കാണ് 20 ലക്ഷം ചെലവഴിക്കുന്ന ഒരു പാലത്തിന് 10 ലക്ഷം കൊണ്ട് പണി തീർത്ത് ബാക്കി 10 ലക്ഷം പോക്കറ്റിലാക്കാൻ പറ്റുള്ളൂ. നിപുണനാകണം. ആൾക്കാർക്ക് മനസ്സിലാവാൻ പാടില്ല കണക്കെഴുതിനോടുത്ത്. നല്ല ഒരു അക്കൗണ്ടന്റിനാണ് 100 കോടിന്റെ 10 കോടിന്റെ 5 കോടിന്റെ കണക്കെഴുതിയാൽ എങ്ങനെയാ അത് കുറച്ച് അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് നല്ല ഉഷാറാവണം ആള്. അറിവ് കൊണ്ട് കാര്യമില്ല. അറിവ് നശീകരണാത്മകമായി ഉപയോഗപ്പെടുത്തപ്പെടും. അറിവിന്റെ ഒപ്പം തിരിച്ചറിവാണ് നൽകപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നല്ല ചിന്തകളുടെ കൂടെ നടക്കാൻ, നല്ല വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താൻ, ജീവിതം കൊണ്ട് സന്ദേശം നൽകുന്ന നല്ല വ്യക്തികളെ രൂപപ്പെടുത്താൻ, അങ്ങനെ അവർ കുടുംബങ്ങൾക്ക് മാതൃകയാകാൻ, തലമുറകൾക്ക് മാതൃകയാകാൻ, നല്ല സമൂഹ സൃഷ്ടിക്ക് സാക്ഷിയാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ